Hello my dear student, welcome back to Learn and Grow. Today we are going to discuss class 7 Hindi model question paper. Okay, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദിയുടെ ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ എന്താണ് മലയാളം, ഇംഗ്ലീഷൊക്കെ ആദ്യം ഒരു പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ കൊടുക്കും അല്ലേ? അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. सूचना खंड पढ़ो, प्रश्नों के उत्तर लिखो. गर्मी के मौसम में एक भूखे शेर गुफा से निकला. रास्ते में एक खरगोश को देखा और उसने तुरंत खरगोश को पकड़ा. उसने सोचा इससे मेरा पेट नहीं भरेगा. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗർമിക്ക് മോസം ഹെ അല്ലേ, നല്ല ചൂടുള്ള സമയമായിരുന്നു. ഏക് ഭൂഖേ ഷേർ ഗുംഫാ സേ നിക്കല. അപ്പോൾ സിംഹം ഗുഹയിൽ നിന്ന് പുറത്ത് വന്നു. അപ്പോൾ രാസ്തേമേ ഏക് ഖർഗോഷ് കോ ദേക്ക, അപ്പോൾ വഴിയിൽ ഒരു മുയലിനെ കണ്ടു അല്ലേ? അപ്പോൾ തുരന്ത് ഉസ്കെ പക്കട, അപ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ പിടിച്ചു. പക്ഷേ അതിനെ കയ്യിൽ കിട്ടിയപ്പോൾ വിചാരിച്ചു എന്താണ്, ഇസസേ മേരാ പേഡ് നെഹി ബരേഗ. മേരാ പേഡ്, എൻ്റെ വയറ്, നെഹി ബരേഗ നിറയല്ല. ഈ ഒരു മുയലിനെ കഴിച്ചാൽ എൻ്റെ വയറ് നിറയത്തില്ല. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺസാ മോസം ഥ, ഏത് കാലാവസ്ഥയായിരുന്നു? ചാഠേ കാ, സർദി കാ, വർഷ് കാ, ഗർമി കാ. ഏതാണ്? ഗർമി കാ അല്ലേ, ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷേർ കോ ക്യാ ലഗ് രഹാ ഥാ? പ്യാസ്, ക്രോധ്, ഭൂഖ്, ഖുഷി. എന്താണ്? ഭൂഖ് അല്ലേ, വിശപ്പ് തോന്നി അല്ലേ? ഷേർ കഹാ സേ നിക്കല? ബിൽ സേ, ധോസ്ലോ സേ, ഖുംഫാ സേ, കൗശാൽ സേ. ഖുംഫാ സേ. നെക്സ്റ്റ്, രാസ്തോ മേ ഷേർ കിസ്കോ ദേഖാ? ബാലു കോ, ഖർഗോഷ് കോ, കുത്തേ കോ, ബില്ലി കോ. എന്താണ്? ഖർഗോഷ് കോ അല്ലേ. സഹി പ്രസ്താവ് ചുൻകർ ലിഖോ. इससे मेरा प्यास नहीं मिटेगा, इससे मेरे प्यास मिटेगा, इससे मेरा पेट नहीं भरेगा, इससे मेरा पेट भरेगा. എന്താണ് പറഞ്ഞത്? ഖർഗോഷിനെ കിട്ടിയപ്പോൾ इससे मेरा पेट नहीं भरेगा. അപ്പോൾ ഇതുപോലത്തുള്ള പാരഗ്രാഫ് തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കുറച്ച് ഒരു സിമ്പിളാണ്. കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ളതെങ്കിൽ 2-3 തവണ വായിച്ചതിന് ശേഷം നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൂചന ബയാ ഹമാരി ചിടിയാ റാണി കവിത കി പങ്ക്തിയാം പഠോ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖോ. ഓക്കെ, അപ്പോൾ ഇവിടെ ബയാ ഹമാരി ചിടിയാ റാണി എന്ന കവിതയിലെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ കൊടുത്തിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കേട്ടോ. ബയാ ഹമാരി ചിടിയാ റാണി തിൻകെ ലാക്കർ മെഹൽ ബനാത്തി, ऊंची ढालों पर लड़काती, गेतों से फिर थाना लाती, नदियों से भर लाती पानी. क्वेश्चन നോക്കാം. पक्षी के लिए कविता में प्रयुक्त शब्द कौन सा है? तीन का, चिड़िया, गेत, नदी. അപ്പോൾ ഇവിടെ പക്ഷി എന്നതിൽ ഈ ഒരു ലൈൻസിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു മീനിങ് ഏതാണ്? ചിടിയ അല്ലേ, ചിടിയ. ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖോ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ 2 ശരിയായ പ്രസ്താവന എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിടിയ തിൻകെ സെ മഹൽ നെഹി ബനാത്തി ഹെ. അപ്പോൾ അത് തെറ്റാണല്ലേ. തിൻകെ സെ മഹൽ ബനാത്തി എന്നാണ് ഇവിടെ പറഞ്ഞത്. തിൻകെ ലാക്കർ മഹൽ ബനാത്തി. അപ്പോൾ ശരിയായത് ചിടിയ തിൻകെ സെ മഹൽ ബനാത്തി ഹെ, അതാണ് ഒന്ന്. മറ്റൊന്ന് ചിടിയ മഹൽ ബനാക്കർ ഊഞ്ചി ഢാലോം പർ ലഡ്കാത്തി ഹെ. നെക്സ്റ്റ് ചിടിയ മഹൽ ബനാക്കർ ഊഞ്ചി ഢാലോം പർ നെഹി ലഡ്കാത്തി ഹെ. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് അല്ലേ ഇതിൽ ശരി. ചിടിയ മഹൽ ബനാക്കർ ഊഞ്ചി ഢാലോം പർ ലഡ്കാത്തി ഹെ. नेक्स्ट, चिड़िया रानी खेतों से दाना और नदियों से पानी लाती है. ए आशी वाली पंक्तियाँ चुनकर लिखो. ओके, അപ്പോൾ चिड़िया പക്ഷി, खेतों से दाना और नदियों से पानी, ധാന്യങ്ങളും അതുപോലെ നദിയിൽ നിന്ന് പാനിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്ന് ആശയമുള്ള 2 ലൈൻസ് കവിതയിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഏതാണ് ലാസ്റ്റ് ലൈനാണ് അല്ലേ. ഗേത്തോം സേ ഫിർ ധാന ലാത്തി നദിയോം സേ ഭർ ലാത്തി പാനി. നെക്സ്റ്റ് സൂചന സഹായക് ബിന്ദുओं पर ध्यान दे. नाव पलटकर सब पानी में गिर गई. क्यों माँ? हाँ माँ, पत्ते की नाव में मेढक लाल काले कीड़े केंचुआ और चींटे को बिठाकर खेले. मैं और गुड्डू बरसाती നാലേ മേ ഖേൽ രഹേ थे. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. വാർത്താലാപ് കി പൂർത്തി കരോ. ഓക്കെ, അപ്പോൾ താഴെ മാ ഓർ ഗുഡ്ലിക്ക് ഒരു കോൺവെർസേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ വിട്ടുപോയ ഭാഗം ഈ ഒരു സൂചനയിൽ നിന്ന് നമ്മൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. മാ ഗുഡ്ലി ഇത്തിനി ബീഗി ക്യോം. അപ്പോൾ മാ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗുഡ്ലി എന്ത് പറയും മുകളിൽ കൊടുത്തതെന്ന്? നമുക്ക് എഴുതാം. ലാസ്റ്റ് വണ്ണാണ് കേട്ടോ. മേ ഓർ ഗുഡ്ഡു ബർസാത്തി നാലേ മേ ഖേൽ രഹേ ദേ. ഞങ്ങൾ കളിക്കുകയായിരുന്നു അല്ലേ. ബർസാത്തി നാലേ, അപ്പോൾ മഴവെള്ളത്തിൽ കളിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം ഇസ് ബാരിഷ് മേ ക്യാ ക്യാ ഖേലേ. അപ്പോൾ ഈ മഴയത്തോ എന്തൊക്കെയാണ് നിങ്ങൾ കളിച്ചത് എന്ന്. അപ്പോൾ അവൾ പറയാണ് തേർഡ് വൺ. ഓക്കെ, हाँ माँ, पत्ते की नाव में मेढक लाल काले कीड़े केंचुए और चींटे को बिठाकर खेले. ഒരു ഇല കൊണ്ട് തോണി ഉണ്ടാക്കി അതിൽ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനെയൊക്കെ അതിൻ്റെ മുകളിലിരുത്തി ഇങ്ങനെ തോണിയിലിരുത്തി ഒഴുക്കി വിടുകയായിരുന്നു കളിച്ചത്. അതാണ് ഞങ്ങൾ കളിച്ചത്. അപ്പോൾ ഗുഡ്ലി അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ മാ ചോദിക്കുകയാണ് മാ ഫിർ ക്യാ ഹുവ, പിന്നെ എന്ത് പറ്റി. അപ്പോൾ ഗുഡ്ലി എന്ത് പറയും, പിന്നെന്താണ് സംഭവിച്ചത്. പിന്നെ നാവ് ഫലഡ് കർ സബ് പാനി മേ ഗിർ ഗയി അല്ലേ. എല്ലാവരും ആ തോണി വീണ് അതിലുണ്ടായ ജന്തുക്കളൊക്കെ മറിഞ്ഞുപോയി അല്ലേ. അങ്ങനെ പറഞ്ഞപ്പോൾ മാ പറഞ്ഞു ഏസാ നെഹി കർണ ചാഹിയേതാ. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഗുഡ്ലി ക്യോ മാ, എന്തുകൊണ്ടാ അല്ലേ, ഞങ്ങൾ കളിച്ചതല്ലേ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ഹമേ ജീവ് ജന്തുവും കോ പരിശാൻ നെഹി കർണ ചാഹിയേ. നമ്മൾ ഈ ജന്തുക്കളെ അല്ലെങ്കിൽ ഈ ജീവികളെ ഒന്നും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അമ്മ പറയാം. ഓക്കെ, ഇനി ഗുഡ്ഡു ഓർ ഗുഡ്ലി പത്തേ की नाव बनाए. नाव की विशेषता बनाने वाले शब्द लिखो. അപ്പോൾ ഏതാണ് നാവ് की विशेषता बनाने वाले शब्द? പത്തേ അല്ലേ. പത്തേക്ക് നാവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പത്തേക്ക്. ഓക്കെ, ഇതാണ് വിശേഷ ശബ്ദ്. ഇനി നെക്സ്റ്റ് നോക്കാം. സൂചന ഖണ്ഡ് പഠോ ഉത്തർ ലിഖോ. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വായിച്ചിട്ട് എന്താ ഉത്തരം പറയാനാണ്. നിമ്മി കാ കൽ ബർത്ത്ഡേ ദ. ആജ് സുബഹ സെ വോ തോഫോं को खोल खोल कर देखने लगी है. विनोद अंकल का दिया बर्थडे कार्ड बहुत सुंदर था. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലുള്ള അതേ ലൈൻസ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ നോക്കാം. വിനോദ് അങ്കലിനെ നിമ്മിക്കോ ക്യാ തോഫ ദിയ. പുസ്തക്, ഖിലൗന, ബർത്ത്ഡേ കാർഡ്, കോലം. എന്താണ് കൊടുത്തത്? ബർത്ത്ഡേ കാർഡ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് സംഖ്യേന്തോം കെ ആധാർ പർ നിമ്മി കി ഡയറി തയ്യാർ കറോ. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബോക്സ് കൊടുത്തിട്ടില്ലേ. അപ്പോൾ അതിൽ നമ്മളൊരു നിമ്മിയുടെ ഡയറി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഡയറി എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഡേറ്റും എഴുതണം അല്ലേ. പിന്നെ അവൾ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട് ആജ് ഖുഷി കാ ദിൻ ഥ. പിന്നെ എന്ത് എഴുതാം? ഈ ഒരു ഡയറി തയ്യാറാക്കാൻ വേണ്ടി താഴെ കുറച്ച് ഹിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ബർത്ത്ഡേ മനാന, തോഫ ഖോൽന, വിനോദ് അങ്കിൾ കാ ബർത്ത്ഡേ കാർഡ് ദേന, नाना से कविता का अर्थ पूछना, अच्छे काम करने वाले को हमेशा याद रखना, अनमोल സന്ദേശ് മിൽന. ഓക്കെ, അപ്പോൾ ഈ ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡയറി എഴുതേണ്ടത്. അപ്പോൾ ഡയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അന്നത്തെ ഡേറ്റും ഡേ ഒക്കെ എഴുതണം അല്ലേ. അപ്പോൾ 16 ഡിസംബർ 2024 എന്നാണ്. നോക്കാം. ആജ് ഖുഷി കാ ദിൻ ഥ. आज मेरा जन्मदिन था और मैंने इसे बहुत ही मज़ेदार तरीके से मनाया. सुबह से ही घर में रौनक दी. परिवार के सभी लोग बहुत खुश थे. അല്ലേ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നല്ലൊരു രീതിയിൽ എൻ്റെ ബന്ധുക്കളൊക്കെ
കൂടി നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു അല്ലേ. സബ്സെ പെഹ്ലെ മേനെ കേക്ക് കാട്ട ഓർ സബീനെ മേരെ ലിയെ താലിയാം ബജായ. ആദ്യമായിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും നല്ല കൈകൊട്ട് കൊട്ടി. ഫിർ മേനെ ബഹുത് സാരെ തോഫെ ഖോലെ അല്ലേ. എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചു. വിനോദ് അങ്കലിനെ മുझे एक सुंदर बर्थडे कार्ड दिया जिस पर बहुत प्यारा संदेश लिखा था. दोपहर में नाना से बातचीत हुई. मैंने उनसे एक कविता सुनी और उसका अर्थ भी पूछा. नाना ने बताया कि अच्छे काम करने वाले को हमेशा याद रखा जाता है. അല്ലേ, നല്ല കാര്യം ചെയ്യുന്നവരെ എപ്പോഴും നമ്മൾ ഓർമ്മിച്ചിരിക്കുക ചെയ്യും അല്ലേ. शाम को मेरे दोस्तों और परिवारों ने मुझे ढेर सारी शुभकामनाएं दी. എല്ലാവരും വിഷസൊക്കെ ചെയ്തു അല്ലേ. മുझे बहुत सारे अनमोल संदेश मिले. അപ്പോൾ നല്ല സന്ദേശങ്ങളൊക്കെ കിട്ടി. ജിൻസി മേരാ ദിൽ ഖുഷി സെ ഭർ ഗയ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അല്ലേ. അപ്പോൾ ആ ക്ലൂ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡയറി എഴുതിയിരിക്കുന്നത് അല്ലേ. ഇങ്ങനെ വേണം എഴുതാനായിട്ട്. പഠോ പ്രശ്നോ കെ ഉത്തർ ലിഖോ. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഇവിടുത്തെ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആണ്. नीनू 7वीं कक्षा में पढ़ती है. नीनू का जन्मदिन 16 दिसंबर 2024 को है. ഓക്കെ, അപ്പോൾ നീനു കോ ബധായി ദേത്തെ ഹുവെ ബർത്ത്ഡേ കാർഡ് തയ്യാർ കറോ. അപ്പോൾ ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാനാണ് നീനുവിനെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം? ഓക്കെ, അപ്പോൾ ബർത്ത്ഡേ കാർഡ് ആകുമ്പോൾ അതിൻ്റെ ഒരു കളർഫുൾ ആയിരിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ബോക്സിൽ ചെയ്യാം. എന്താണ് സഹേലി നീനു ജന്മദിൻ കി ഹാർദിക് ശുഭകാമനാ ഹേ. 16 दिसंबर 2024. പ്യാർ കെ സാത്ത് തുമാരാ ദോസ്ത്. എന്നിട്ട് നിങ്ങളുടെ പേര് എഴുതാം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം. മീൻസ് നമ്മൾ ബർത്ത്ഡേ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ, എന്താ തും ജിയോ ഹസാരോ സാൽ, അത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, നീനു കാ ജന്മദിൻ കബ് ഹേ. അപ്പോൾ നീനുവിൻ്റെ ജന്മദിൻ എപ്പോഴാണെന്നു ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. നീനു കാ ജന്മദിൻ 16 दिसंबर 2024 को है. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അത് ഉപകാരപ്പെടട്ടെ. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.